എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? ന്യൂ ഇയറിന് ശേഷമുള്ള നെക്സ്റ്റ് സാറ്റർഡേ ആണ്, അതായത് ഇന്ന് ജാനുവരി 2-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരുടെയും പുതുവർഷ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ പ്ലാൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ? പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ കാണിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതിയ വർഷം ആശംസിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നേച്ച് അപ്പടെ ചേട്ടൻ്റെ അടുത്ത് ചെന്നേച്ച് വന്നപ്പോൾ അവിടെ നിന്ന് കൊടുത്തു വിട്ടതാണ് വാഴക്കൂമ്പ. 2 തോരൻ ഉണ്ടാക്കാൻ. അല്ല 2 അല്ല 3 ഉണ്ട്. പപ്പായ. അതെ, അപ്പയുടെ ഫേവറേറ്റ് സാധനമാണ് ഇതൊക്കെ. ഓ എത്ര പപ്പായ? 2 പപ്പായ. പിന്നെ വേറെ കവറിലുണ്ട്. കവറിൽ അത് ഇതിലെ കവറിൽ ഇതിലേക്ക് വെക്കാൻ പറ്റില്ല. സമ്പൂർണ്ണ ആട്ട ഗോതമ്പ് പൊടി ആട്ട 3 പാക്കറ്റ് ഉണ്ട്. അവിടെ കിട്ടിയത് ഇങ്ങോട്ട് തന്നതാണ്. ഇവിടെ ഈ ഗോതമ്പ് പുട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കും. അപ്പം അതിന് ഉപയോഗിക്കാൻ വേണ്ടി തന്നു വിട്ടതാ 3 പാക്കറ്റ്. പിന്നെ ഇനി ഒരു സാധനം കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അത് ഉരിയുമ്പോ കാണിച്ചു തരാം. ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ്. അത് ഉരി കഴിയുമ്പോ കാണിച്ചു തരാം. ഞാനൊരു പ്ലേറ്റിൽ എടുത്തോണ്ട് വരാം. അതെ, നമ്മുടെ കള്ളപ്പം ഇവിടെ റെഡി ആക്കുകയാണ് വൈകിട്ടത്തേക്കുള്ള. ഇന്ന് വൈകിട്ട് ഞാൻ കഴിക്കാൻ പോണത് കള്ളപ്പവും ചിക്കനും ആണ് കേട്ടോ. ചിക്കൻ മപ്പാസ്. ഇത് കാണാൻ മേലല്ലോ, അത് വൈറ്റ് ആയതുകൊണ്ട് അതിലേക്ക് കാണാൻ മേല. നമുക്ക് കോരി എടുക്കുമ്പോ ഞാൻ എന്നാ ഒരു വെറൈറ്റിക്ക് വേണ്ടി വൈറ്റ് തവാം. മറ്റേതിലൊക്കെ 1-2 ഐറ്റം ഒക്കെ ഇരിക്കും. അപ്പൊ ഞാൻ ഓർത്ത് വൈറ്റിൽ അങ്ങ് ഉണ്ടാക്കാന്ന്. ഞാൻ അടയ്ക്കട്ടെ. ഹോൾസ് ഒക്കെ വന്നു തുടങ്ങി. ഇനി അടച്ച് അവിടെ ഇരുന്ന് വേവട്ടെ. കള്ളപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതൊന്ന് മറച്ചിടും. നമുക്ക് മറച്ചിടാതെ ഒന്ന് എടുത്തു നോക്കാം അതിന്റെ വേവ്. അടയ്ക്കട്ടെ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി കൂടുതലായതുകൊണ്ട് മറച്ചിട്ടാലാണ് 2 വശവും വെന്ത് കിട്ടുക. ഒരെണ്ണം മറിക്കാതെ ഒന്ന് എടുത്തു നോക്കാം. എന്നിട്ട് വേവ് പോരാകുകയാണെങ്കിൽ അടുത്തത് മറിച്ചെടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഞാൻ മറിച്ചിടണില്ല കേട്ടോ. മറിച്ചിട്ട സോഫ്റ്റ്നെസ് കാരണം മടങ്ങി പോണു. ഇപ്പൊ തന്നെ കഴിച്ചേക്കാം. കഴിച്ചോ. ചുട്ട് കഴിഞ്ഞിട്ടാ. നിനക്ക് എത്രണ്ണം വേണം? എനിക്ക് 3 മതി. ഒരു 4 ഇരുന്നോട്ടെ. 4 വേണ്ട, 3 മതി. ചെറുതല്ലേ വെച്ചേ. അപ്പയ്ക്ക് വേണോന്ന് ചോദിച്ചേ? ചൂടോടുകൂടി. അപ്പയ്ക്ക് വേണ്ടി വരില്ല. ചൂടോടുകൂടി ആവി പറക്കണ കള്ളം. അപ്പയ്ക്ക് ഇനി ബിരിയാണി കഴിക്കാനുള്ളതാണ്. പണ്ടത്തെ വീടുകളിൽ വീട് കൂടാശയ്ക്ക് നേർച്ചയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കള്ളപ്പവും കോഴിക്കറി. അത് പൂവൻ കോഴിക്കറിയാണ് എടുക്കണത്. പിന്നെ ഈ വിശേഷ അവസരങ്ങളിൽ അന്നത്തെ കാലത്ത് പാലപ്പൊന്നുമില്ല, കള്ളപ്പം അതിന്റെ ട്രെൻഡ് അങ്ങനെ എടുക്കണത്. അതാണ് ആ ഐറ്റാണ്. ഇപ്പോഴല്ലേ പാലപ്പം വെള്ളയപ്പം ഒക്കെ ആയതാ. ഇതാണ് നമ്മുടെ കള്ളപ്പം. 4 കള്ളപ്പമാണ് അമ്മ എനിക്ക് വേണ്ടി സെറ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് 4 എന്തായാലും വേണ്ടാന്ന് പറഞ്ഞപ്പോ 1 അമ്മ കഴിച്ചോളൂ അല്ലേ. സൂപ്പർ കള്ളപ്പാണ്. വെരി വെരി ടേസ്റ്റി. അത് അമ്മ എടുത്തോ. ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ് കറി എടുക്കാൻ. എന്റെ കൈ ഫ്രീ അല്ല. ഞാനിങ്ങനെ കാണിക്കാം. എന്നിട്ട് ആകോം പുറം ഇത് കണ്ടോ? സൂപ്പർ. കണ്ടോ? ഹോൾസ് ഒക്കെ ഉണ്ട്. ബാക്ക് സൈഡ് ഒന്നും കാണിക്കാം. ശരിക്കും കള്ളപ്പം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു മറച്ചിട്ടാ ചെയ്യണേന്ന്. അപ്പൊ എനിക്ക് മറച്ചിടാൻ അത്ര താല്പര്യം തോന്നിയില്ല. എന്നാന്ന് വെച്ചാൽ മറച്ചിട്ട് കഴിയുമ്പോൾ പിന്നെ ആ ഭാഗത്തെ ഹോൾസ് ഇങ്ങനെ അടങ്ങിച്ചത് ഈ കളർ വരും. അപ്പൊ അതെനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറച്ചിട്ടില്ല. മറച്ചിടാതെ തന്നെ വെന്തിട്ടുണ്ട്. ആ നൊരഞ്ഞ് പൊങ്ങി വന്ന ആ സ്മെല്ലും മാവിന്റെ സൂപ്പർ. അതെന്താന്ന് വെച്ചാൽ ആ മാവിന്റെ നീ പറഞ്ഞ സ്മെല്ലെന്ന് പറഞ്ഞാൽ കള്ളൊഴിച്ച് കള്ളപ്പം ആയതുകൊണ്ട് ആ സ്മെല്ല് വന്നെ. ഈസ്റ്റിൻ്റെ ആവുമ്പോൾ ആ സ്മെല്ലല്ല വന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ ജസ്റ്റ് ചൂടാക്കുവാണ്. ഞാൻ ഇപ്പൊ തന്നെ കഴിക്കാൻ പോകും. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അതെന്താന്ന് വെച്ചാലേ ഇവിടെ അപ്പ കുളിക്കാൻ കയറിയിട്ടുള്ളൂ. ഞാനും കുളിച്ചില്ല. 1-2 ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോ. അപ്പൊ ഇവിടെ ഇപ്പൊ അപ്പം ചുടാനുള്ള മാവിൽ അപ്പം ചുട്ടപ്പോ ഞങ്ങള് എന്നോട് മകള് പറയുക, അമ്മ എനിക്ക് ഇറച്ചി ഒന്നും ചൂടാക്കണ്ട, വേഗം ഞാൻ അതായത് അപ്പം സോഫ്റ്റ് ആണ് ഒന്ന്. പിന്നെ കള്ള ഒടിച്ചത് കാരണം അതിന്റെ ആ സ്മെല്ല് കൊണ്ടും ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ ഈസ്റ്ററിന് മേടിച്ച കള്ള്
സ്വല്പം ബാലൻസ് ഉണ്ടായിരുന്നു പാലപ്പം ചുട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ആ ബാലൻസ് ഉള്ള കള്ള എന്താ ഇതേന്ന് വെച്ചാൽ ആ കള്ളിലേക്ക് സ്വല്പം ഷുഗർ ഇട്ട് സ്വല്പം വറുത്ത അപ്പത്തിന്റെ പൊടിയും കൂടെ ഇട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ച്. അത് ഞാൻ നേരത്തെ പണ്ട് ചാനൽ തുടങ്ങിയപ്പോൾ വെള്ളയപ്പൊക്കെ ചുട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാവ് ഒരു 2 ദിവസം കഴിയുമ്പോൾ ആ മാവ് യൂസ് ചെയ്യണം. പിന്നെ എന്നിട്ട് അപ്പോ എന്തെങ്കിലും ഉണ്ടാക്കണം, വെള്ളയപ്പോ പാലപ്പോ കള്ളപ്പോ എന്തെങ്കിലും വട്ടയപ്പോ. എന്നിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ മാവ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ആ മാവ് മാറ്റി വേറെ ഫ്രഷ് മാവ് എടുത്ത് വെക്കണം. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് നല്ല സ്മെല്ലാ. അതാണ് ഇവള് പറയൂ എന്നോട്, എനിക്കിപ്പോ കുളിക്കൊന്നും വേണ്ട, വേഗം തന്നേക്കാം. അപ്പൊ ഞാൻ ഇറച്ചി ഒന്ന് ചൂടാക്കിയത്. അപ്പൊ കൊടുക്കട്ടെ, കുതിച്ച് കഴിക്കട്ടെ ആദ്യം. എടുക്കാം. പച്ച തേങ്ങ കള്ള, അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. അപ്പ ഇങ്ങനെ മുറിക്കുക, ഇറച്ചിക്കറിയിൽ ഒരു മുക്ക അങ്ങോട്ട് മുക്കുക. കണ്ടോ? ആഹാ, അപ്പ ഇങ്ങനെ കുറച്ചങ്ങോട്ട് മുറിച്ചെടുക്കുക. ഇറച്ചിക്കറിയിൽ ഒരു ഇച്ചിരി ലേശം മുക്കിയാൽ മതി. ലേശം അങ്ങോട്ട് മുക്കുക. ഉണ്ടോ? എന്നിട്ടൊരു പിടി അങ്ങോട്ട് പിടിക്കുക. അടിപൊളിയും കോമ്പിനേഷൻ നല്ലതല്ലേ? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വേറെ ഉണ്ടായിക്കൊണ്ടിരിക്കല്. പ്ലേറ്റിലേക്ക് വെക്കുക. നീ പറഞ്ഞോളൂ, പ്ലേറ്റിലേക്ക് അങ്ങ് വെക്കുക, അടുത്തത് അങ്ങ് കോരി ഒഴിക്കുക. അതെ. ഇല്ല ഞങ്ങളുടെയൊക്കെ കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ മറച്ചിടുക അപ്പം. സ്ഥിരം കള്ളപ്പം മറച്ചിട്ടാ എടുക്കണത്. പക്ഷെ ഞാൻ ഇച്ചിരി തിക്നെസ് കുറച്ചത് കൊണ്ട് നമുക്ക് മറച്ചിടാതെ തന്നെ എടുക്കാം. അതാ. ടൊമാറ്റോ ഒക്കെ പഴുത്തു തുടങ്ങി. അതെ. അപ്പം നട്ട ടൊമാറ്റോ ഇതിലെ. അപ്പം നമുക്കത് ഒന്ന് പഴുത്തതൊക്കെ അങ്ങ് പറിക്കാം. ഞാൻ കത്തിയൊന്നും എടുത്തോണ്ട് വന്നില്ല കേട്ടോ. കത്തി എടുത്താൽ തീർന്നു. കത്തി ഇല്ലാതെ പറിച്ച വഴക്ക് പറയും. നമ്പർ 1 ഇവിടെ വെക്കാം. എല്ലാം പറിക്കുവാണോ? ഇല്ല, ചെമ്പ്രം കൊണ്ട് അപ്പുറത്ത് ഇതിൽ നിന്ന് 2 പറിക്കണോളൂ. 2. പിന്നെ ഇവിടെ 2 ഉണ്ട്. ഇങ്ങോട്ട് വാ. ഇതിൽ ഇവിടെ ഒളിഞ്ഞു കിടക്കുക. എന്നെ പറിക്കല്ലേ എന്നുള്ള ഇതിലായിരിക്കും ചിലപ്പോൾ. 3. ഈ പച്ച ടൊമാറ്റോ കൊണ്ട് തോരൻ വയ്ക്കാം. ഇത് ഇച്ചിരി കൂടെ ആവട്ടെ, എന്നിട്ട് പറിക്കാം. 3 പറിച്ചാൽ മതി. ഇതിവിടെ കിടക്കണം. ഒളിഞ്ഞാ നീ പറഞ്ഞ പോലെയൊക്കെ കിടക്കണം. പാത്ത് 2 ചെമ്പ്രം കൊണ്ടു. ഇവിടെ അല്ല, അവിടെയല്ല, അവിടെ ഇവിടെ കുഞ്ഞൻ വന്നു. അപ്പുറേ ഒരെണ്ണമുണ്ട്, അതും ചെറുതാ കൂത്തോണ്ടിരിക്കുക. പക്ഷേ ഈ ഇപ്പം മഴ പെയ്തുകൊണ്ടൊരു ഉണർവ് ചെടിക്കുണ്ട്. എത്ര വെള്ളം ഒഴിച്ചാലും വെയിൽ കൂടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ശോഷിക്കും. ഇത് ചെടികളുടെ ഒരു ഇതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം 3 പറിച്ചു നമ്മളെ. കയ്യിൽ വെച്ച് തരാം. 3 എന്നിട്ട് കൊണ്ടോക്കോ. ഞാൻ ചെടി തന്നെ കഴിഞ്ഞ് വരാം. ഫ്രഷ് ഫ്രം അവർ ഗാർഡൻ. ഞാൻ പറിക്കാത്ത എന്താണെന്നറിയാം, കുറച്ച് പറിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഓൾറെഡി. ഇതിലേക്ക് നിറച്ച് നിറയുണ്ട്. ഗാർഡൻ ഫ്രഷ്. അതെ, അവർ ഗാർഡൻ ഫ്രഷ്. അവിടെ ഒരു കാന്താരി ചെടിയും കൂടെ ഉണ്ട്, 2. പിന്നെ വെളുത്തത് അപ്പുറയുണ്ട്, അതിലുണ്ടായി വന്നോളൂ. അവിടെ അപ്പുറത്ത് പാവലൊക്കെ നിപ്പുണ്ട് കേട്ടോ. പാവലുണ്ട്, പൂത്തു തുടങ്ങിയില്ലേ? അതെ, കായായി കഴിയുമ്പോൾ കാണിക്കാം. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളിന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണിയാണ് പെട്ടെന്ന് മനസ്സിലാക്കി ഓർമ്മ വന്നത്. അതും നല്ല കൊതിയൂറുന്ന നല്ല സ്മെല്ലൊക്കെയുള്ള മട്ടൻ ബിരിയാണി. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മട്ടൻ ബിരിയാണി. അപ്പോൾ പിന്നെ വേറൊരു ചോയ്സ് നോക്കിയില്ല, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും മട്ടൻ ബിരിയാണി ഇഷ്ടമായത് കാരണം അത് തന്നെ അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ എറണാകുളത്ത് നിന്നാണ് വാങ്ങിച്ച നല്ല സൂപ്പർ കിടുക്കാച്ചി ബിരിയാണി ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല ചൂടോടുകൂടി ഞങ്ങൾ മട്ടൻ ബിരിയാണി കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയാണ്. മട്ടൻ ബിരിയാണിക്ക് ശേഷം ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് എന്താണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ന്യൂ ഇയറിന് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ. ഇത്രയൊക്കെയായിരുന്നു. കള്ളപ്പവും ചിക്കനും ഒക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടോ. പിന്നെ ഡിന്നർ കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ന്യൂ ഇയറിനെ ഞങ്ങളങ്ങനെ വരവേറ്റു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഈ വർഷം നല്ല അടിപൊളി ഒരു വർഷമാവട്ടെ.
നല്ല സൂപ്പറായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന നല്ല വർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. വീഡിയോ ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഉണ്ട്. മട്ടൻ ബിരിയാണിക്ക് ശേഷം ഞങ്ങൾ കഴിച്ച ഒരു സംഭവമുണ്ട്, അതെന്താന്നും കൂടി ഒന്ന് കാണണം കേട്ടോ. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പഴമാണ് കേട്ടോ, നമ്മുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നേരത്തെ അൺബോക്സിങ് കാണിച്ചില്ലേ, അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ് ചക്കപ്പഴം. ഫസ്റ്റ് ചക്കപ്പഴം ഓഫ് ദ ഇയർ 2021. അപ്പം ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾക്ക് ചക്കപ്പഴം കിട്ടി. ഇനി ഈ വർഷം മുഴുവനും ചക്ക കിട്ടട്ടെ. ഈച്ചകൾ വരുന്നു. അപ്പോൾ വേഗം കഴിക്കാതെ കേട്ടോ.